ഹായ് ഫ്രണ്ട്സ്, ഐ ആം ഷമീം കൽപ്പേനി. ഞാനും എൻ്റെ ചങ്ങാതിമാരും ആൾതാമസമില്ലാത്ത പിട്ടിദ്വീപിൽ നിന്നും തിരിച്ചു പോകാൻ നിൽക്കുകയാണ്. ദേ ആ കാണുന്ന തോണിയിലാണ് തിരിച്ചു പോകുന്നത്. ഒരു 10 മിനിറ്റ് യാത്ര ചെയ്താൽ ഞങ്ങളുടെ റൂമിൻ്റെ മുമ്പിൽ കൊണ്ടുപോയി ഇറക്കിത്തരും. നമ്മളിപ്പോൾ പിട്ടിദ്വീപിലേക്ക് വന്നിട്ടുള്ളത് സ്നോർക്കലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എല്ലാവരും സ്നോർക്കലിംഗ് ഒക്കെ അടിപൊളിയായിട്ട് ചെയ്തു. പലരും ചോദിക്കാറുണ്ട്, നീന്താൻ അറിയാത്ത ആളുകൾക്ക് സ്നോർക്കലിംഗ് ചെയ്യാൻ പറ്റുമെന്ന്. സുഖസുന്ദരമായിട്ട് ചെയ്യാൻ പറ്റും. ഇതേപോലെ ജാക്കറ്റും ഗ്ലാസ്സൊക്കെ ഇട്ട് കഴിഞ്ഞാൽ മുങ്ങിപ്പോകുമെന്നുള്ളൊരു പേടി വേണ്ട. നമ്മുടെ കൂടെ ഗൈഡ് ഉണ്ടാവും. ഗൈഡ് നമ്മളെ വലിച്ചു കൊണ്ടുപോയിട്ട് എല്ലാ സ്ഥലവും നമുക്ക് കാണിച്ച് പറഞ്ഞ് മനസ്സിലാക്കി തരും. ഇതുപോലെ നിങ്ങൾക്കും ലക്ഷദ്വീപിലേക്ക് വരണമെങ്കിൽ എൻ്റെ ഈ പേജ് എത്രയും പെട്ടെന്ന് ഫോളോ ചെയ്തോളൂ. മുകളിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മാത്രം ബന്ധപ്പെടുക. ഫോൺ വിളിക്കരുത്, ഇവിടെ റേഞ്ച് കുറവാണ്, കിട്ടത്തില്ല. ലക്ഷദ്വീപിലേക്ക് വരാൻ താല്പര്യമുള്ള ആളുകൾ ആദ്യം എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കാറുണ്ട്. അഡ്വാൻസ് അടച്ച് ബുക്ക് ചെയ്യണം. 3500 അഡ്വാൻസ് അടയ്ക്കേണ്ടത്. അഡ്വാൻസ് അടച്ച ഉടനെ നിങ്ങളുടെ അടുത്തുള്ള അക്ഷയയിൽ പോയിട്ട് PCC പോലീസ് ക്ലിയർ സർട്ടിഫിക്കറ്റിന് അപേക്ഷ കൊടുക്കുക. ഇന്ന് തന്നെ പോയി അപേക്ഷ കൊടുത്തോളൂ. ഇൻഷാ അല്ലാഹ് ഒരു 15 ദിവസം കൊണ്ട് നിങ്ങൾക്ക് PCC കിട്ടും. നിങ്ങളുടെ PCCക്ക് 6 മാസം കാലാവധിയുണ്ട്. ഈ PCC ഉപയോഗിച്ച് 6 മാസത്തിൻ്റെ ഇടയിൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ലക്ഷദ്വീപിലേക്ക് വരാവുന്നതാണ്. 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് PCC വേണ്ട. PCC കിട്ടിക്കഴിഞ്ഞാൽ PCC, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ആധാർ, ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾക്ക് അയച്ചു തന്നാൽ ഇൻഷാ അല്ലാഹ് ഞങ്ങൾ ലക്ഷദ്വീപിലേക്കുള്ള പെർമിറ്റിന് അപേക്ഷ കൊടുക്കും. ഒരു 15 ദിവസം കൂടി കാത്തു നിൽക്കണം പെർമിറ്റ് കിട്ടാൻ. അങ്ങനെ ലക്ഷദ്വീപിലേക്കുള്ള പെർമിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് കപ്പലിൻ്റെ പ്രോഗ്രാം നോക്കി കപ്പലിൻ്റെ ടിക്കറ്റും എടുത്ത് ഇതുപോലെ നിങ്ങൾക്കും ലക്ഷദ്വീപിലേക്ക് വരാം. ഇനി കപ്പൽ യാത്ര ആഗ്രഹിക്കുന്ന ആളുകളോട് ഒരു പ്രത്യേക പറയാനുള്ളത്, കപ്പലിൽ വരുന്നവർക്ക് നമ്മളൊരു പ്രത്യേക ഡേറ്റ് കൊടുക്കാറില്ല. ഇന്ന ഡേറ്റിൽ കൊണ്ടുവന്ന് ഇന്ന ഡേറ്റിൽ കൊണ്ടുപോകാമെന്ന് പറയാറില്ല. ഒരു കപ്പലിനെ ട്രൈ ചെയ്യും, ചിലപ്പോൾ അത് കിട്ടില്ല. രണ്ടാമത്തെ കപ്പലിനെ ട്രൈ ചെയ്യും, ചിലപ്പോൾ അതും കിട്ടില്ല. ഒരു 2-3 കപ്പലൊക്കെ ട്രൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ടിക്കറ്റ് കിട്ടാറുള്ളത്. അതുകൊണ്ട് കപ്പലിൻ്റെ ടിക്കറ്റ് കിട്ടുന്നത് വരെ ക്ഷമയോടെ കാത്തിരിക്കാൻ പറ്റുന്ന ആളുകൾ മാത്രം കപ്പൽ പാക്കേജ് ഏറ്റെടുത്താൽ മതി. തിരക്കുള്ള ആളുകളും സമയമില്ലാത്ത ആളുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലൈറ്റിൽ പോയിട്ട് വന്നാൽ മതി. നോക്കിയേ, കണ്ണാടി പോലത്തെ വെള്ളത്തിൽ കൂടിയാണ് ഞങ്ങൾ ഈ ചെറിയ തോണിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ ലക്ഷദ്വീപ് പാക്കേജിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഉള്ളത് എന്ന് ചോദിക്കാറുണ്ട്. ലക്ഷദ്വീപിലേക്കുള്ള പെർമിറ്റ്, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കപ്പലിൻ്റെ ടിക്കറ്റ്, 3 ദിവസം നിങ്ങൾക്ക് താമസിക്കാനുള്ള റൂം, AC അല്ല നോൺ AC ആണ്, 3 ദിവസം നിങ്ങൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം, പിന്നെ കാഴ്ചകൾ കാണിച്ചു തരുന്ന ടാക്സി, പിന്നെ ആൾതാമസമില്ലാത്ത പിട്ടിദ്വീപിലേക്കുള്ള ട്രിപ്പ്, പിന്നെ അടിപൊളി ബീച്ചാണ് ടിപ്പു ബീച്ച്. ടിപ്പു ബീച്ചിലേക്ക് ആഴ്ചകൾ, കൂമേൽ ബീച്ചിലേക്ക് ആഴ്ചകൾ, അലി ബീച്ചിലേക്ക് ആഴ്ചകൾ, ഒരൊറ്റ രാത്രി കൊണ്ട് ജിന്നുകൾ നിർമ്മിച്ച ഒരു പള്ളിയും ഏക്കുളം അവിടുത്തെ കാഴ്ചകൾ, ലൈറ്റ് ഹൗസിലെ രസകരമായ കാഴ്ചകൾ, ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ പാക്കേജിലുള്ളത്. പാക്കേജിൻ്റെ പുറമെ 4 കാര്യങ്ങളുണ്ട്. കപ്പലിലെ ഭക്ഷണമാണ്. ഒരു നേരത്തിന് 50 റുപ്യ 100 റുപ്യ വരുന്നുള്ളൂ. പിന്നെ സ്ക്യൂബ ഡൈവിംഗ് ആണ്. സ്ക്യൂബ ഡൈവിംഗ് ഒരാൾക്ക് 2500 റുപ്യാണ് വരുന്നത്. പിന്നെ കയാക്കിംഗ് ആണ്. കയാക്കിംഗ് ഒരാൾക്ക് 250 ആണ്. പിന്നെ ചെറിയൻ ട്രിപ്പ് ഒരാൾക്ക് 1000-1500 വരുന്നത്. ഇങ്ങനെയാണ് നമ്മുടെ പാക്കേജും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഒന്നുകൂടി പറയുന്നു, എൻ്റെ പേജ് ഫോളോ ചെയ്തോളൂ.